ഹലോ, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? കുറേ ആയി വ്ളോഗൊക്കെ ഇട്ടിട്ട് നമ്മളെ ചാനലിൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ ലീവിന് നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ബുറൈദയിൽ തന്നെ നമ്മളെ റൂമിൽ നിന്ന് ഒരു 20 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ യാത്ര. അപ്പോൾ ഗാർഡൻ ടാലൻസ് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കാഴ്ചകളായിട്ട് വന്നതാണ് കേട്ടോ ഇന്ന് ഞാൻ. അങ്ങനെ അടിപൊളിയായി കണ്ടപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. അവിടെ പെർ ഹെഡ് 50 റിയാലാണ്. അപ്പോൾ അതൊക്കെ അടച്ച് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവാണ്. അപ്പോൾ എന്താണ് ഉള്ളിൽ വിചാരിച്ചാൽ കാര്യമായിട്ട് ബേഡ്സിൻ്റെ ഓരോരോ സെക്ഷനുകളാണ് കേട്ടോ. നമ്മളെ കൂടെ തന്നെ ഒരു ഗൈഡുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഓരോ സെക്ഷനിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ഗുഹ പോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയാലാണ് ബേഡ്സിൻ്റെ സ്ഥലത്തെത്തുന്നത്. ബേർഡിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ മോൻ്റെ ഷോൾഡറിൽ ഒരു ബേർഡ് വന്നിരുന്നിട്ടുണ്ട്. പിന്നെ അവരുടെ കയ്യിലൊരു ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗൈഡ് നമ്മളെ കയ്യിൽ കുറച്ച് ഫുഡായിട്ട് തരും. അപ്പോൾ അതിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ വരുന്നത് എല്ലാ ബേർഡും. എനിക്കും മോക്കും നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. ഞങ്ങൾ ആ ഫുഡൊന്നും കയ്യിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മോനും പിന്നെ ഹസ്ബൻഡും നല്ലോണം ഫുഡൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവരുടെ കയ്യിലാണ് ഫുള്ള് ബേർഡ് ഉണ്ടായിരുന്നത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. പല കളറിലായിട്ടായിരുന്നു ബേഡ്സ് ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനും മോളും പേടിച്ച് കുറച്ച് ദൂരത്ത് പോയി നിൽക്കുകയായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് അവർ വേറൊരു സെക്ഷനിലോട്ട് കൊണ്ടുപോവാണ് നമ്മളെ. ഇവിടെ നമുക്ക് കാണുമ്പം തന്നെ ഒരു വില്ലേജ് ഒരു ഏരിയ ഫീൽ ചെയ്യാണ് കേട്ടോ. പിന്നെ അവിടുത്തെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ വാളിലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ കയറി അവിടെയും കുറച്ച് ബേഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വലിയ വലിയ ബേഡ്സ് ആയിരുന്നു. പക്ഷെ അത് കൈകളിലൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അതവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ചുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ആകാംക്ഷയാണ് കേട്ടോ നമുക്ക് അടുത്തത് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അവിടെയും ബേഡ്സ് തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് വലിയ സൈസുള്ള ബേഡ്സ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനെയും കാണാനായിട്ട്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കൈകളിൽ വെച്ചിരുന്നുണ്ടായിരുന്നു. മക്കൾക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് വലിയ സൈസായിട്ട് കൊത്തുമോ എന്നുള്ളത്. അപ്പോൾ അവരാണെങ്കിൽ ചിരിച്ചുകൊണ്ട് കൊത്തൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളും കയ്യിൽ പിന്നെ ഫുഡൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ.
ഒരു പ്രാവശ്യം നമ്മൾ കയ്യിൽ ആ ബേർഡ് വന്നിരുന്നാൽ പിന്നെ നമുക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ആദ്യത്തെ ആ ഒരു പേടി തന്നെ ഉള്ളൂ. മക്കൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടോ. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഫിഷ് ബേർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കാണാനൊക്കെ ഇഷ്ടമുള്ളൂ കേട്ടോ. ഇത് വളർത്താനൊന്നും ഇഷ്ടമല്ല. വീടുകളിൽ ഇങ്ങനെ വളർത്തൂലേ, അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേറൊരു വീട്ടിൽ കണ്ടാൽ അതിനെ നോക്കിക്കാനൊക്കെ ഇഷ്ടമാണ്. ലാസ്റ്റ് എൻ്റെ കൈയും കാണിച്ച് എൻ്റെ കയ്യിലും 3 ബേർഡൊക്കെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പേടിയും മാറി. ആ ബേർഡ്സിൻ്റെ കൂടെയൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടോ. ഫസ്റ്റ് കസ്റ്റമർ ഞങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റഷൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ തന്നെയാണ് ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ വേറൊരു ഏരിയയിലോട്ട് കൊണ്ടുപോവാണ്. ഇതൊരു ഗെയിവാണ്, മറ്റേ ഗുഹയില്ലേ, അത് ഇങ്ങനെ ഒരു ഇരുട്ട് ഇതിൽ കൂടെ ഇങ്ങനെ പോവുക. പേടിപ്പെടുത്തുന്ന കുറേ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ ചെറിയ പൂളൊക്കെ ആയിട്ട് ഫിഷൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. നല്ല രസമുണ്ടായിരുന്നു അതും. ആ ഗുഹയിൽ നിന്ന് നമ്മൾ നേരെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാളിങ്ങനെ കുടയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ മഴ പെയ്തോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഓരോ കുട വെച്ചിട്ട് ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി ഇങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് മനസ്സിലായത് ഒരു കൃത്രിമമായ പോലെ അവിടെ ചെറിയൊരു ഏരിയയിൽ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ അത്. നല്ലൊരു ഇതിൻ്റെ ഉള്ളിൽ ചൂടറിയുന്നേ ഇല്ല കേട്ടോ. നല്ലൊരു തണുത്തൊരു കാലാവസ്ഥയാണ് ഇതിൻ്റെ ഉള്ളിൽ. കുറേ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ പോയിരിക്കാനായിട്ട്. അങ്ങനെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ഒരു മഴ ആ ചെറിയൊരു ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു നാട്ടിലെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ കുടയൊക്കെ ചൂടി നാട്ടിൽ കൂടല്ലേ നമ്മളിങ്ങനെ നടക്കുക. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയാൽ വേറൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ കയ്യിൽ കുട ഏൽപ്പിച്ചതിന് ശേഷം പിന്നെ മുന്നോട്ട് പോവാം കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഒരു റിസോർട്ട് ഫീലാണ് കേട്ടോ.
ഒരു കുഞ്ഞു കുഞ്ഞ് ടെൻറ്റ് ഇങ്ങനെ കെട്ടിയിട്ട് അതിൽ ഇങ്ങനെ ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരിത്. പിന്നെ ചെറിയൊരു പൂളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു, വേറെ എവിടെയോ പോയിരിക്കണ പോലെ ഉണ്ടായിരുന്നു. അവിടുന്ന് നമുക്ക് ഗാവയും പിന്നെ കട്ടൻ ചായയും ഡേറ്റ്സൊക്കെ തന്നു കേട്ടോ. അതൊക്കെ ഫ്രീ ആണ് അവിടെ. പിന്നെ വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കുടിച്ചിരുന്നു. അതൊക്കെ ഒരു എക്സ്പീരിയൻസ്, ഒരു നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് നല്ല ഒരു കാലാവസ്ഥയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നു. അവിടെ നൈറ്റ് 10 മണി വരെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയാൽ പിന്നെ എപ്പോൾ ഇറങ്ങണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി, അങ്ങനെ ഒരു ടൈമൊന്നുമില്ല. പിന്നെ നമുക്ക് മതിയാവുന്ന അത്രയും നമുക്ക് അവിടെ ഇരുന്നിട്ട് നല്ലോണം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിയാൽ മതി. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അതാ ഒരു കുഞ്ഞ് ആടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ഇങ്ങനെ കാലിന് ഹൈറ്റ് ഇല്ലാത്ത 2 ആട്ടും കുട്ടികൾ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനെ കാണാൻ. അതിൻ്റെ കരച്ചിലൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വാലില്ലാത്തൊരു കോഴി, അങ്ങനെയൊക്കെ അതൊക്കെ ഒരു നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സെറ്റപ്പായിരുന്നു. പിന്നെ കുറച്ച് കോഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെ നാട്ടിലുള്ള കോഴിയൊക്കെ. അതിനൊക്കെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് നേരം കണ്ടു. പിന്നെ നമ്മൾ ഈ ഒരു പൂളിൻ്റെ സ്ഥലത്തേക്ക് ഇരുന്നു കേട്ടോ വന്നിട്ട്. അപ്പോൾ കുറേ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറേ കപ്പിൾസായിട്ടും പിന്നെ ബാച്ചിലേഴ്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്നവരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഈവനിങ് സമയത്ത് നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറേ സംസാരിച്ചിരുന്നു. അതൊക്കെ ഒരു രസമായിരുന്നു. അത് കഴിഞ്ഞ് ഇതാ വേറൊരു ബേർഡിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് വലിയൊരു ബേർഡാണ് കേട്ടോ. ഇത് കയ്യിൽ വരികയൊക്കെ ചെയ്യും, അതിന് ഗ്ലൗസൊക്കെ ഇടണം. അതിനെ വാങ്ങാനായിട്ടുള്ളൊരു പേടി ഉണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷേ അത് എന്തോ ഈ ഒരു സമയത്ത് ആരെ കയ്യിലൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു ബേർഡ് തന്നെയാണ് പിന്നെയും കയ്യിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതുകൊണ്ട് കളിച്ചു.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 6:30 സമയമൊക്കെ ആയപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. കൂടുതൽ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് വരുന്ന വഴി തന്നെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഏതോ അവിടുത്തെ അറബീൻ്റെ പ്രൈവറ്റ് മ്യൂസിയമാണ് തോന്നുന്നു. അപ്പോൾ അവിടെ നല്ല നല്ല വണ്ടികളൊക്കെ, പഴയ മോഡൽ വണ്ടികളൊക്കെ കണ്ടപ്പോൾ മോനത് കാണണം പറഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി. അവിടെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ വീണ്ടും വേറൊരു വ്ളോഗ് ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.